لله ولا إله إلا هو الحي القيوم والصلاة والسلام على رسولنا وحبيبنا وسيدنا وقدوتنا صلى الله عليه وآله وأصحابه وسلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولينصرن الله من ينصره إن الله لقوي عزيز. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. 8 تجري على الناس كلهم ولا بد للإنسان يلقى 8: سرور وحزن واجتماع وفرحة ويسر وعسر ثم ثقم وعافية. أحبتي في الله أوصيكم بتقوى الله. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ആത്മീയമായി ധന്യമാക്കണമേ എന്ന് തഖ്വ കൊണ്ട് എവരെയും വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ومن استمسك بالعروة الوثقى لا انفصام له. ആരെങ്കിലും ഇസ്ലാമിനെ മുറുകെ പിടിച്ചാൽ അത് പൊട്ടാത്ത കയറ് പിടിച്ച പോലെയാണ്. ദുരന്തങ്ങളിൽ പെടുമ്പോ, അസമാധാനങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഇസ്ലാം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈമാൻ ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പൊട്ടിപ്പോവാത്ത, മുറിഞ്ഞു പോവാത്ത ബന്ധം കയറ് പിടിച്ചവനെ പോലെയാണെന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് നൽകാൻ, ഉണ്ടാവാൻ ഇസ്ലാം അവനോട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ശ്രദ്ധേയമാണ് സ്വഹാബികൾ മനസ്സിലാക്കിയതും സ്വഹാബികളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമായ ഒരു സംഗതി. ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മക്കയിലെ ഇരുമ്പ് പണിയെടുത്ത് നടന്നിരുന്ന, പടയങ്കിയും വാളുമൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചിരുന്ന ഒരു മൗലയാണെന്ന, വല അഹ്ദുൻ യഹ്മീഹി എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രന്മാർ പറഞ്ഞത്. അദ്ദേഹത്തെ സംരക്ഷിക്കാനൊന്നും ആരുമില്ല. ഒരു അടിമയായി, അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി, പ്രയാസമായി. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്ന രംഗം ഇമാം ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് പറയുന്നത്,
عن خباب بن الأرث رضي الله عنه أنه قال أتيت النبي صلى الله عليه وسلم പ്രവാചകന്റെ അടുക്കൽ ഞാൻ വന്നു. വഹുവ ഫീ ദില്ലിൽ കഅബ, കഅബയുടെ ചൂടുള്ള സമയത്ത് കഅബയുടെ തണല് ചാരി ഇരിക്കുകയായിരുന്നു പ്രവാചകൻ. ഫഖുൽതു, ഞാൻ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തദ്ഉല്ലാഹ ലനാ, എത്ര പ്രയാസാണ് റസൂലൈ സഹിക്കുന്നത്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്ന, കിടന്നിരുന്ന, ചാരിയിരുന്ന പ്രവാചകൻ ഫഖഅദ, പൂർണ്ണമായി ഇരുന്നു. വഹുവ മുഹ്മറുൻ വജ്ഹുഹു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന മിൻ ഖബ്ലികും ലയുംശതു ബിമിഷ്തിൽ ഹദീദി മാ ദൂന ഇളാമുഹു മിൻ ലഹ്മിൻ. മുമ്പുള്ള അവസ്ഥ ഖബ്ബാബേ നിനക്കറിയുമോ? മുമ്പുള്ള ആളുകൾ ഒരാളെ പിടിച്ച് ഇരുമ്പിന്റെ ചൂടാക്കിയ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ വാർന്ന് ആ ശരീരത്തിൽ എല്ലല്ലാതെ ഇറച്ചിയെല്ലാം പോകുന്ന രംഗമുണ്ടായിരുന്നു. എന്നിട്ട് അവരങ്ങനെ ആ ജീവിതത്തെ തരണം ചെയ്തു. മാ യുസ്രിഫു അൻ ദാലിക അൻ ദീനിഹി, ദീനിന്ന് പുറത്തു പോവാൻ അതൊന്നും കാരണമായില്ല. മറ്റു കാലഘട്ടമുണ്ടായിരുന്നു. വയൂലഉൽ മിൻഷാർ അലാ മഫ്റഖി റഅസിഹി ഫയശഖു ബിഇസ്നൈനി മാ യസ്രിഫുഹു ദാലിക അൻ ദീനിഹി. മറ്റു സമൂഹമുണ്ടായിരുന്നു, ആളുകൾ പിടിച്ചുകൊണ്ട് പോയിട്ട് വാളെടുത്ത് തലയുടെ മധ്യത്തിൽ വെച്ച് രണ്ടെണ്ണായി പിളർത്തിയിരുന്നു. അതും കണ്ടു നിൽക്കുന്നവർക്കും അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ ദീനിൽ നിന്ന് പുറത്തു പോവാൻ അത് കാരണമായിരുന്നില്ല. എന്നാൽ ഖബ്ബാബെ, താങ്കൾ കേൾക്കുക, വലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറു റാകിബു മിൻ സൻആഅ ഇലാ ഹദറമൗത്ത് മാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമിഹി. അതായത് പ്രവാചകൻ അവസാനിപ്പിക്കുകയാണത്. എന്നാൽ ഖബ്ബാബെ, വളരെ സങ്കീർണമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാലം വരും, ഹദറമൗത്ത് എന്ന യമനിന്റെ സൗദിയുമായി ബന്ധിപ്പിക്കുന്ന ബോർഡറിൽ നിന്ന് ഇന്നത്തെ യമനിലെ സൻആ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ നിൽക്കുന്ന അതുവരെ 800 ചില്ലാനം കിലോമീറ്ററുകൾ ഒരു വിശ്വാസിക്ക് അള്ളാനെയല്ലാതെ പേടിക്കാതെ നടന്നു പോകുന്ന കാലമുണ്ടാകും. അന്ന് യമൻ പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായോ ഇസ്ലാമല്ല. അതുപോലെ തന്നെ ഈ സമയത്ത് പേടിക്കേണ്ടത് ഒരാടിന് ആരും കട്ടുകൊണ്ടുപോവാതെ ആട്ടിടനില്ലാതെ ആടുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. വിശക്കുന്ന ചെന്നായ അതിന് പിടിക്കുമെന്നുള്ള ഭയം മാത്രം മതി, വേറൊരു ഭയമില്ല എന്നതാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്, അന്നത്തെ പേർഷ്യയുടെ രാജാവായ ഖിസ്രയുടെ കൊട്ടാരത്തിലെ ആഭരണങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങളുടെ കയ്യിലെത്തും. അങ്ങനെ അത്രത്തോളം ഈ ദീൻ വളരും. ഒന്ന് കാത്തു നിൽക്കൂ. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നമ്മൾ കാത്തു നിൽക്കണം. കാത്തു നിൽക്കാൻ ഒരു സാധനം കയ്യിൽ വേണം. അതിനാണ് അറബിയിൽ അത്തവക്കുലു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത്. അത്തവക്കുലു കമാലുൽ ഇസ്ലാമി വൽ ഈമാൻ, ഈമാനിന്റെ പൂർണ്ണതയാണ്, ഇസ്ലാമിന്റെ പൂർണ്ണതയാണ്. അത്തവക്കുലു ജമാലുൽ ഇസ്ലാമി വൽ ഈമാൻ, ഈമാനിന്റെ സൗന്ദര്യമാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും വിചാരിക്കുന്ന അതേ രീതിയിൽ അങ്ങനെ പോവില്ല. ഗൾഫിക്ക് വന്നു കരുതിയെന്ന് നമ്മൾ പൂർണ്ണമായി സാമ്പത്തികമായി രക്ഷപ്പെടണമെന്നില്ല. നാട്ടിലുണ്ടെങ്കിലും പൂർണ്ണമായി ദാരിദ്ര്യത്തിലാവണമെന്നുമില്ല. അതെല്ലാം അതിനോരോ നിയമങ്ങളുണ്ട്. എന്നാൽ പ്രകൃതിപരമായിട്ട് കഴിയുന്ന പരമാവധി നമ്മൾ ശ്രമിക്കുക. അതനുസരിച്ച് ജീവിതത്തെ ബന്ധിപ്പിക്കുക, ചലിപ്പിക്കുക. സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ദ ലിൽഇൻസാനി യൽഖസ്സമാനിയ. 8 കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും.
8 കാര്യങ്ങൾ ജീവിതം അങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴും 8 കാര്യങ്ങളെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. എന്താണ് ആ കാര്യങ്ങൾ? സുറൂറും വഹസ്നും സുറൂറും വഹസ്നും വജ്തിമാഉം വഫുർഖത്തുൻ വയുസുറും വഉസുറുൻ സുമ്മ സഖമും വആഫിയ. സുറൂറുൻ സന്തോഷമാണ്, വഹസ്നുൻ ദുഃഖമാണ്, വജ്തിമാഉൻ കൂടിച്ചേരലാണ്, സംഗമങ്ങളാണ്, വഫുർഖത്തുൻ ഔഫിർഖത്തുൻ വേർപാടുകളാണ്. ജീവിതത്തിൽ പലരെയും കാണും, ജീവിതത്തിൽ ആവശ്യമുള്ള പലരെയും നമ്മൾ വേർപ്പെടും. വയുസുറും വഉസുറുൻ എളുപ്പമായിരിക്കും ചില വിഷയങ്ങൾ, എങ്കിൽ ചില വിഷയങ്ങൾ പ്രയാസമായിരിക്കും. സുമ്മ സഖമുൻ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള രോഗങ്ങൾ കടന്നു വരും, എന്നാൽ വിചാരിക്കാത്ത രീതിയിലുള്ള ആഫിയത്തും കടന്നു വരും. ഇതെല്ലാം സമ്മിശ്രമാണ് മനുഷ്യന്റെ ജീവിതം എന്ന അറിവാണ് നമ്മെ മഹത്വപ്പെടുത്തുന്നത്. എന്താ ഈ തവക്കുൽ എന്ന് പറഞ്ഞ സാധനം? തവക്കുൽ എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിമാദു അലല്ലാഹ്, അള്ളാന്റെ മേൽ നമ്മൾ കാര്യത്തെ ഏൽപ്പിക്കലാണ്. അള്ളാഹുവിന്റെ മേലിൽ ഞാൻ ഏൽപ്പിച്ചു. വീണ്ടും തഫ്സീറിൽ കാണാൻ കഴിയും, ഫി ജൽബിൽ മനാഫിഇ വദഫ്ഇൽ മകാരിഹി, ജീവിതത്തിലേക്ക് നന്മ വരാൻ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. ജീവിതത്തിൽ വരാനിരിക്കുന്നതും വന്നതുമായ തടസ്സങ്ങളെ മാറ്റുവാൻ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ അറാദ അൻ യകൂന അഖ്വൻ നാസി ഫൽയതവക്കൽ അലല്ലാഹ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ശക്തിയോടുകൂടി ജീവിക്കണോ? ജിമ്മിൽ പോയാൽ ലഭിക്കുന്ന ശക്തിയല്ല, മാർഷൽ ആർട്സിൽ ലഭിക്കുന്ന ശക്തിയല്ല, ബോക്സിംഗ് റിങ്ങിൽ എതിരാളികളെ ഇടിച്ചു വീഴ്ത്തുന്ന ശക്തിയല്ലത്, അതിനപ്പുറമുള്ള ശക്തി. ഇവരെല്ലാം ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ മനസ്സിന്റെ മുമ്പിൽ അവർ പരാജയപ്പെടുന്നത് കാണാം. അവർ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാം. വലിയ ശക്തന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പിന്നെ മൈതാനങ്ങളിൽ താൻ ഉദ്ദേശിച്ച രീതിയിൽ കളികൾ നടക്കാതിരുന്നാൽ, തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വിജയം ലഭിക്കാതിരുന്നാൽ രോഷപ്രകടനവും ആക്രോശം നടത്തുന്ന ആധുനികതയുടെ ധൈര്യമുള്ള ആൺകുട്ടികൾ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ധൈര്യമുള്ള ഞങ്ങളുടെ ഹീറോകൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ വീരത്വത്തിന്റെ നിലപാടുകളെ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കാണുന്ന ലോകമാണ്. ലോകം മുഴുവൻ ഒരു നിമിഷം സ്ക്രീനുകളിൽ കാണുമ്പോ ഇവിടെ ഈ ഗ്രൗണ്ടിലുള്ള ഷൂട്ടിങ്ങിലുള്ള ധൈര്യമാണോ, അതോ ജീവിതത്തിൽ പലതും നമ്മെ ഷൂട്ട് ചെയ്യപ്പെടുമ്പോ അത് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ധൈര്യത്തിനാണോ വിശ്വാസം എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. മൻ അറാദ അഖ്വൻ നാസി ഫൽയതവക്കൽ അലല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ തഫ്സീറിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച മഹാനായ സ്വഹാബിയുടെ വാക്കാണത്. ആരെങ്കിലും ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ശക്തി വേണോ, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ എന്നതാണ്. എന്താണ് അത് ശക്തി? വല്ലാത്ത ശക്തിയാണ്. ഇമാം അബൂദാവൂദ്, ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിന് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അർ-റജുലു അൻ യഖ്റുജ മിൻ ബൈതിഹി ഫൽയഖൂൽ തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫയുഖാലു ലഹു ഹസ്ബുക വഖദ് ഹുദീത വകുഫീത വവഖീത فيتنحى له الشيطان فيقول له الشيطان آخر كيف لك برجل قد هدي وكفي ووقي. ഇതിനേക്കാൾ വലിയ ശക്തി ജീവിതത്തിൽ വേണോ സഹോദരന്മാരെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂദാവൂദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഹദീസാണ്. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ താക്കോല് പൂട്ടിയിട്ട് ഗ്യാസ് പൂട്ടിക്കണോ, അതുപോലെ തന്നെ വീട്ടിൽ ലൈറ്റ് കെടുത്തിയിരിക്കുന്നോ, ഇലക്ട്രിക് ഉപകരണങ്ങൾ
എന്തെങ്കിലും കെടുത്താതെ പോകുന്നുണ്ടോ ഒക്കെ നോക്കി അയാൾ ഇറങ്ങിപ്പോയി. അതിനപ്പുറം അതെല്ലാം ശ്രദ്ധിച്ച ശേഷം അയാൾ ലോക്ക് ചെയ്യുമ്പോ, വാഹനം ലോക്ക് ചെയ്യുമ്പോ, വീട് ലോക്ക് ചെയ്യുമ്പോ അദ്ദേഹം പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ വീടിനെ ലോക്ക് ചെയ്തിറങ്ങുന്നു. എന്റെ മക്കൾ ആ വീട്ടിൽ ഉറങ്ങുന്നുണ്ട്, എന്റെ കുടുംബം ആ വീട്ടിൽ ഉറങ്ങുന്നുണ്ട്. ഞാൻ രാവിലെയാണ് യാത്ര പോകുന്നത്, അവരെ വിളിക്കുന്നില്ല, പക്ഷേ ഞാൻ ഏൽപ്പിച്ചു പോകുന്നു ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ. അങ്ങനെ പ്രവാചകൻ പറയാണ്, ഫയുഖാലു ലഹു, ആ മനുഷ്യനോട് അവൻ കേൾക്കാതെ പറയപ്പെടും, ഹസ്ബുക്, ഇത് മതി കേട്ടോ, ഇത് മതി. അത് ഹുദീത, നീ യഥാർത്ഥ മാർഗത്തിലാണ്. വകുഫീത, നിനക്ക് ഇത് തന്നെ മതി. വവുഖീത, നിനക്ക് സംരക്ഷണം ലഭിക്കപ്പെട്ടിരിക്കുന്നു. കള്ളന്മാരോ പിശാചുക്കളോ ആ വീട്ടിന്റെ അടുത്തേക്ക് വരുമ്പോ ഫയഖൂലു ലഹു ശൈത്താൻ ആഖർ, ഒരു ശൈത്താൻ മറ്റൊരു ശൈത്താനോട് പറയും, കൈഫ ലക ബിറജുലിൻ, എങ്ങനെയാണ് നിനക്ക് ഈ മനുഷ്യന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? ഖദ് ഹുദിയ വഖുഫിയ വവുഖിയ, ഈ വീട് ആകെ ബന്ധിച്ചിരിക്കുന്നല്ലോ, നമുക്ക് മടങ്ങാം. ഇതാകുന്നു തവക്കൽ. മൂസാ നബിക്ക് ആരുണ്ടായിരുന്നില്ല അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകൻ ജീവിതത്തെ ശക്തിപ്പെടുത്തിയത് ആ ബനി ഇസ്രായേൽക്കാരോട് നിരന്തരം, ആദ്യമായൊരു പ്രവാചകൻ തവക്കൽ ചെയ്യുമെന്ന് പഠിപ്പിച്ചത് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ജീവിതത്തിലുടനീളം ബനി ഇസ്രായേൽ സന്തതികളെ പഠിപ്പിച്ചൊരു വാക്കായിരുന്നു, വിശ്വാസികളെ, ഇൻ കുൻതും മുഅ്മിനീൻ ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഫതവക്കലു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ പരമേൽപ്പിക്കണമെന്ന്. വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഊർജമാണ്, ജീവിതത്തിന്റെ പ്രതിരോധമാണ്, ജീവിതത്തിന്റെ ശക്തിയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ, തവക്കലോടുകൂടി ഈമാനെ ശക്തിപ്പെടുത്താൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും അസ്തഗ്ഫിറുഹു ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أحبتي في الله أوصيكم بتقوى الله. സ്നേഹാദരനീയരായ സത്യവിശ്വാസികളെ, തവക്കലോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രഖ്യാപനമായിരുന്നു, വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്, ഞാൻ എൻ്റെ കാര്യം അള്ളാനെ ഏൽപ്പിക്കുകയാണെന്ന്. 1000 ചില്ലാനം കിലോമീറ്റർ ഈജിപ്തിൽ നിന്ന് സൗദിയിലെ മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ അദ്ദേഹം കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല, കൂടെ ആരുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി ഒരു മനുഷ്യൻ, ആ പട്ടണത്തിലെ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ ഭരണകൂടം ഗൂഢാലോചന നടത്തുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ ഈ രാജ്യത്തിന് രക്ഷപ്പെടണം. ഉമ്മയെയും കുടുംബത്തെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ സത്യസന്ധനായ മനുഷ്യന്റെ കൽപ്പന, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവിടുന്ന് യാത്ര പോവുകയാണ്. ഒരു ആയുധമില്ല, സൈന്യമില്ല, എസ്കോർട്ടില്ല, സെക്യൂരിറ്റി ഇല്ല. കിലോമീറ്ററുകൾ താണ്ടി മദീനയിലെത്തി ഒരു കിണറിന്റെ അരികെ വെള്ളത്തിന് കാത്തു നിൽക്കുമ്പോൾ അവിടുന്നാണ് ജീവിതത്തിന്റെ മഹാ വഴിത്തിരിവുണ്ടാകുന്നത്. അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത ഒരു മഹാ പ്രവാചകന്റെ മാത്രമല്ല, ഒരു മഹാ മനുഷ്യന്റെ കൂടി കഥയാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ വെള്ളം കോരിക്കൊടുത്ത പെൺകുട്ടികളിൽ ഒന്ന്, അവർ ഒരു പ്രവാചകന്റെ മക്കളായിരുന്നു. ആ വീട്ടിൽ 8 ചില്ലാനം വർഷം താമസിച്ച് അതേ പ്രവാചകൻ ഉമ്മയുടെ അടുക്കിലേക്ക്, നാട്ടിലേക്ക് 1000 ചില്ലാനം കിലോമീറ്ററുകൾ താണ്ടി ഭാര്യയും മക്കളെയുമായി തിരിച്ചു വരുമ്പോൾ വഴിയിൽ നിന്ന് ഈ പ്രപഞ്ചനാഥൻ അവന്റെ മനുഷ്യന് നൽകാൻ കഴിയുന്ന
ഏറ്റവും പ്രകൃഷ്ടമായ പ്രകാശം ആ പ്രവാചകൻ കാണിച്ചു കൊടുത്തു പറഞ്ഞു, ലാ തഖഫ്, ഇനി നീ ഭയപ്പെടേണ്ട. അത് തവക്കുലിന്റെ അതിയായ തലമാണ്. തവക്കുൽ എന്ന് പറഞ്ഞ സാധാരണയല്ല. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രവാചകന്മാർ പോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരിശീലിപ്പിക്കാനും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സാധിക്കാവുന്ന വളരെ ലളിതമായ ആശയമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണമെന്നുള്ളതാണ്. പ്രവാചകന്റെ കഥ പറഞ്ഞ്, മൂസാ നബിയുടെ കഥ പറഞ്ഞ് ഖുർആൻ പറയുന്നു, ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറു, ഫിർഔനും കൂട്ടരും ഉണ്ടാക്കിയ എല്ലാ തന്ത്രങ്ങളെയും പടച്ചവൻ ആ മൂസയിൽ നിന്ന് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സംരക്ഷിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ജോലിക്ക് പ്രശ്നമുണ്ടെങ്കിലും, യുദ്ധമുണ്ടെങ്കിലും ഒക്കെ എവിടെയും ജീവിതം അവസാനിച്ചിട്ടില്ല. ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഇറക്കമുണ്ടെങ്കിൽ കയറ്റമുണ്ടാകും, കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും. സന്തോഷം മാത്രമല്ലല്ലോ ജീവിതം എങ്കിൽ ദുഃഖത്തിന് ഒരാസ്വാദനം ഉണ്ടാവില്ല. ദുഃഖം മാത്രമല്ലല്ലോ ജീവിതം. സന്തോഷത്തിന് സുഖം വേണമെങ്കിൽ ദുഃഖവും കുറച്ച് വേണം, സന്തോഷം വേണം. ഇങ്ങനെ തന്നെയാണ് പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അങ്ങനെ രീതിയിൽ ജീവിതത്തെ മനസ്സിലാക്കാൻ, അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ശക്തിയും സമാധാനവും സ്വസ്ഥതയും നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഈ രാജ്യത്തെ അതിന്റെ എല്ലാ തലങ്ങളിലും നീ എല്ലാ ശർറുകളിൽ നിന്നും കാക്കണമെന്നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين، ادخلنا الجنة يا رب العالمين، ادخلنا الجنة يا رب العالمين. اللهم يا ناصر المسلمين ويا ناصر المؤمنين ويا ناصر المستضعفين ويا ناصر المرابطين ويا ناصر المجاهدين، اللهم انصر إخواننا في كل مكان يا رب العالمين. اللهم يا حي يا قيوم انصر هذا البلد الأمين، بلد الجميل وبلد الطيب من كل مكروه يا رب العالمين. اللهم احفظ سماءها وأرضها وجوها وبرها وبحرها يا حافظ المؤمنين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين رحمتك يا أرحم الراحمين. صلى الله على خير خلقه وصلى الله عليه وآله وصحبه وسلم. أقيم الصلاة.